കർത്താവ് വന്നപ്പോൾ ചോദിച്ചത് അതാണ്. ആരെങ്കിലും ഉണ്ടോ? വല്ലാത്ത ചോദ്യമാണത്. ഇവിടെ ആൾക്കാരെല്ലാം ദൈവത്തെ നഷ്ടപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഈ ഒരു സാധനമാണ്. എന്താണ്? ആരോ ഉണ്ടെന്ന് നീ നിന്നെ തന്നെ പഠിപ്പിക്കുകയാണ്. വസ്തുവുണ്ട്, പൊന്നുണ്ട്, പറമ്പുണ്ട്, പാർട്ടിയുണ്ട്. അപ്പോൾ ആരോ നമുക്കുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ ആരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അറിയാതെ ഒന്ന് പറയും, ആരോ ഉണ്ട് എന്ന്. ഈ ആരോ ഉണ്ടെന്ന് പറഞ്ഞ ഈ അപരനുണ്ടല്ലോ, അപരനെ മര്യാദക്ക് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപരൻ നമ്മളെ കൊല്ലും. ഒരു സംശയമില്ല. നിങ്ങൾ ആരോ നിങ്ങളെ സഹായിക്കാനുണ്ടെന്ന് പറയുന്ന അപരന് എവിടെയെങ്കിലും നിങ്ങൾ അവനെ തട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളെ തട്ടും. ഒരു സംശയമില്ല. കാര്യത്ത് ആരോ നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയും, ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ അപരനെന്ന് പറയണത്. ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്. ഇപ്പം സാക്ഷ്യം കേട്ടില്ലേ? അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം ഉള്ളത് കാരണം എനിക്ക് ന്യൂസ് സെൻറ്ററിൽ പോകാൻ പറ്റും. ഞാനത് വലിയ കഥയൊന്നുമായിട്ട് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സാക്ഷ്യം പറയുന്നത് കേട്ടില്ലേ? പക്ഷേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോൺഫിഡൻസാണ് ഇതിന് ഒരു കോൺഫിഡൻസ്. ചില ആൾക്കാർക്ക് ഒന്നുമില്ലെങ്കിലും പണ്ടാര കോൺഫിഡൻസ് ആയിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ തട്ടിയിട്ട് മനുഷ്യൻ നടക്കാൻ പാലാത്ത അവസ്ഥയായിട്ടില്ലേ? ഇല്ലേ? ഞാൻ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ഹെമിങ്വേനെ കുറിച്ച് ഓർക്കും. ഞാൻ നല്ല കാലത്ത് നല്ലവണ്ണം നോവൽ വായിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു നോവൽ എഴുതിയ കാലം നിങ്ങൾ അറിഞ്ഞൊന്നും അറിയത്തില്ല. എന്നെപ്പോലൊരു മനുഷ്യൻ നോവൽ എഴുതുമെന്നൊക്കെ ചിന്തിക്കും. 1000 പേജുള്ള നോവൽ എഴുതിയിട്ടുണ്ട്. 1000 പേജുള്ള പ്രസിദ്ധീകരിച്ചാണ് കഴിഞ്ഞ എമ്പലത്തെ കൊല്ലം, ദ ലാസ്റ്റ് ഗസ്റ്റ്. ഇപ്പം ഞാൻ ഇതൊക്കെ ആദ്യകാലങ്ങളിൽ വായിക്കുമ്പോൾ ഞാൻ ഈ ഹെമിങ്വേ വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മോട്ടിവേഷൻ സ്പീക്കറാണ്. അദ്ദേഹമാണ് ഇവിടെ ഈ മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു പിതാവെന്ന് ഞാൻ കാണുന്ന ആൾ. പുള്ളിക്കാരൻ്റെ ആ ഓൾഡ് മാൻ്റെ സീ അവസാനിക്കുമ്പോൾ, കിഴവനും കടലും അവസാനിക്കുമ്പോൾ ഒരു കിഴവൻ 90 ദിവസം കൊണ്ട് ഒരു ചുറകനെ പിടിക്കും. അവസാനം ആ ചുറകിനെയും വലിച്ചുകൊണ്ട് അദ്ദേഹം കരക്കടുത്ത് കഴിയുമ്പോൾ ആ ചുറകിനെ വേറെ ചുറകെല്ലാം തിന്നിട്ട് അതിൻ്റെ അസ്ഥികൂടം മാത്രമാകും. എന്നിട്ട് ഈ അസ്ഥികൂടം തോളെ വെച്ചിട്ട് തോക്കാതെ പോണൊരു മനുഷ്യനുണ്ട്. അയാളാണ് സാന്റിയാഗോ. അയാൾ ഈ അസ്ഥികൂടത്തോടെ വെച്ച് എല്ലാം ഇത്രയും നാൾ അധ്വാനിച്ച മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് പറയും, ഈ അസ്ഥികൂടം തോളെ വെച്ചുകൊണ്ട് കടലിലൂടെ നടന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ അയാൾ പറയേണ്ടൊരു വാക്കുണ്ട്, യു ക്യാൻ കിൽ മീ ബട്ട് യു കനോട്ട് ഡിഫീറ്റ് മീ. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയും, പക്ഷേ എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അപ്പം മാനവ ഇച്ഛാശക്തിയുടെ ഒരു അവസാനത്തെ ആവിഷ്കാരമായിട്ടാണ് ഇവനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു കാലത്തൊക്കെ വായിച്ച് ത്രില്ലടിച്ച ആളാണ്. യു ക്യാൻ കിൽ മീ, യു ക്യാൻ ഡിഫീറ്റ് മീ. പക്ഷേ അതല്ല. അതിനുശേഷം ഈ നോവൽ എഴുതിയ ഹെമിങ്വേനെ കുറിച്ച് വായിച്ചപ്പോഴത്തേക്ക് ഇയാൾ ഈ നോവൽ എഴുതിയതിന് ശേഷം നോബൽ സമ്മാനം കിട്ടി ഈ ഒരു വാക്കിന്. യു ക്യാൻ കിൽ മീ, യു ക്യാൻ ഡിഫീറ്റ് മീ എന്നുള്ള ആ ഒരൊറ്റ വാക്കിന് നോബൽ സമ്മാനം കിട്ടി 57. എന്നിട്ട് 62 ആയപ്പോൾ പുള്ളി തോക്കെടുത്തിട്ട് തന്നെത്താൻ പിടിച്ചത്ത്. അതാണ് മോട്ടിവേഷൻ. ഈ ലോകത്തിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ ഡെവലപ്പ് ചെയ്ത് മാനവികത ഇങ്ങനെ ഊതിക്കത്തിച്ച് എന്നാൽ നമ്മൾ ഓരോരുത്തരും എത്തത്തില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്താ? എക്കാലത്തെയും കാലത്തിൻ്റെ പ്രലോഭനം എന്താണ്? എങ്ങനെ ക്രിസ്തുവിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ക്രിസ്തുവിനെ ഡീത്രോൺ ചെയ്യാൻ പറ്റുമെന്നാണ്. ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് സുവിശേഷകൻ ബലം പ്രാപിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മളുടെ ജോലി
ഇപ്പം നിങ്ങൾ കൃപാസനം പത്രം കൊടുത്തു എന്നാണ് പറയണത്. പക്ഷേ വാട്ട് യു ആർ ഡൂയിങ് ആക്ച്വലി, നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യാൻ നോക്കുകയാണ്. ക്രിസ്തുവിനെ ഈ സാത്താനും ഈ ലോകവും എടുത്തു മാറ്റിയ ഇടങ്ങളിലേക്ക് നിങ്ങൾ ക്രിസ്തുവിനെ പുനഃപ്രതിഷ്ഠിക്കാൻ നോക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ ഈ ജോലി ചെയ്യണത് നല്ലോണം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലും ഇവിടുത്തെ പൊതുജനത്തിന് പറ്റുന്ന രീതിയിലും ഒരു സുവിശേഷ വേല പദ്ധതി ഞാനെൻ്റെ ബുദ്ധി കണ്ടുപിടിച്ചതല്ല. ഞാൻ വാടിപ്പട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടിയ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയിലുണ്ടായിരുന്നത്, അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറുവാൻ ഇടയാക്കണമെന്നാണ്. ആ കൃപാവരുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 6 മാസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉടമ്പടി തന്നത്. ആ ഉടമ്പടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുവിശേഷം കൈമാറാൻ പറഞ്ഞത്. സുവിശേഷം കൈമാറുന്നതിന് എന്താ മാർഗം? ജനങ്ങൾക്ക് കിട്ടിയ സുവിശേഷത്തിന് നല്ല അനുഭവങ്ങളാണ് കൈമാറേണ്ടത്. സുവിശേഷം മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. പക്ഷെ എത്രയോ പേരിൽ സഭ, ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, അതായത് ഈ POC ബൈബിൾ സൊസൈറ്റിയൊക്കെ രൂപീകരിച്ചപ്പോൾ ഞങ്ങൾ ആലപ്പുഴ സുവിശേഷ ഭവനിലെ ആ ബൈബിൾ സൊസൈറ്റി പോയി കേരള KCBC ബൈബിൾ കമ്മീഷൻ്റെ ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ അടച്ചതിന് ശേഷം അവിടെ ബൈബിൾ വരുത്തിച്ച് വെച്ചു. ആലപ്പുഴ സുവിശേഷ ഭവനിലെ ബൈബിൾ വരുത്തിച്ച് വെച്ചെങ്കിലും ആ ബൈബിള് എല്ലാം അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. എന്താ കാര്യം? അത് വാങ്ങിച്ചത് ആരാണ് വാങ്ങിച്ചത്? അത് വാങ്ങിച്ചത് സുവിശേഷം ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ കരിസ്മാറ്റിക് മേഖലയിൽ വലിയ ധ്യാനകേന്ദ്രങ്ങൾ ജനങ്ങളെ സുവിശേഷം പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സുവിശേഷം എല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഈ ബൈബിള് ജനങ്ങളിലേക്ക് നമുക്ക് കൈമാറുമ്പോൾ നമുക്കൊരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കാം. ആ പുസ്തകം ചിലപ്പോൾ ഒരു യുഗം ആ വീട്ടിൽ ചിലപ്പോൾ തുറക്കാൻ വെച്ചിരിക്കും. ആദ്യം കിട്ടിയ ഒരാൾക്കാരാണെങ്കിൽ ഈ ആൾക്കാരെ കൊണ്ടത് തുറപ്പിക്കണം. അതാണ് പ്രശ്നം. നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം ബൈബിൾ കിട്ടുമ്പോൾ അവനെ കൊണ്ട് ഈ ബൈബിൾ തുറപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? ആ ബൈബിളിൽ അവൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിന് പരിഹാരമുണ്ടെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. വെരി സിമ്പിൾ, മനസ്സിലായില്ലേ? ഈ ബൈബിൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ തുറക്കണം നിർബന്ധമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഉൽപ്പത്തി പുറപ്പാട് ആട് പുറപ്പാട് ആദ്യം അറിയാമെന്ന് പറഞ്ഞിട്ട് അടച്ചുകൊടുന്നത്. അതല്ല, ഈ ബൈബിൾ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ ഇവരെ കൊണ്ട് ജനത്തെ കൊണ്ട് തുറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ അനുദിന ജീവിതത്തിൻ്റെ കണ്ണുനീരിന് ഇവിടെ കൈലേസുണ്ട്. അത് തുടക്കാൻ വേണ്ടി കൈ ഇതിൻ്റെ തിരിപ്പുണ്ട്. ആ കർത്താവിൻ്റെ കൈ നിന്നിലേക്ക് നീണ്ടു വരും എന്ന് അവനോട് പറയാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും? ആ ബൈബിൾ ജീവിച്ചവരുടെ അനുഭവങ്ങളെ, അവർക്ക് കിട്ടിയ അനുഭവങ്ങളെ, ഒരു 100 അനുഭവങ്ങൾ ഒരുമിച്ച് 2-3 പേരിലാക്കി ജനത്തിനങ്ങോട്ട് കൊടുക്കും. യേശുവേ നന്ദി, മാധവേ നന്ദി. എൻ്റെ പേര് ജെൻസി ജോസഫ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സെൻറ്റ് ജോസഫ് ചർച്ച് ബാബുസപ്പാള്യ സൈറോ മലബാർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 14 മാർച്ച് 2023. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഇതറിയുന്നത് അമ്മ മൂലമാണ്. അപ്പം അമ്മ ആദ്യം എനിക്ക് ഈ പത്രം തന്നു, ഇങ്ങനെ കൃപാസനമുണ്ട്, ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് അത്ര കാര്യമാക്കിയില്ല. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തലേണ അവിടെ വെറുതെ കൊണ്ടിട്ടു. പിന്നെ കുറേ നാളൊന്നും നോക്കിയില്ല. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്തോ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് 14 മാർച്ച് 2023 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തിട്ട് ഞാൻ 2 ആഴ്ച ചെയ്തു. 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തിന് രാവിലെ എണീക്കാനും മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് 2 വീക്സ് ചെയ്തിട്ട് പിന്നെ 2 ആഴ്ച മുടങ്ങി.
അപ്പം ഞാനിങ്ങനെ മനസ്സിലാക്കി ഇനി ഞാൻ ചെയ്യുന്നില്ല. കുറേ പേരിങ്ങനെ പറഞ്ഞു, അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, നമ്മൾ പാതിൽ വെച്ച് നിർത്തി എന്നൊക്കെ. പക്ഷേ ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന് നോക്കുമ്പോൾ യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ ഒരു യൂട്യൂബ് ഷോർട്സ് കണ്ടു. നിങ്ങൾ ഉടമ്പടി മുടങ്ങിയെന്ന് പറഞ്ഞിട്ട് പാതിൽ വെച്ച് നിർത്തരുത്, നിങ്ങൾ പിന്നെയും തുടങ്ങണം എന്നുള്ള ഒരു ഷോർട്ട് കറക്റ്റ് ആ സമയത്തിന് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. പിന്നെയും സ്റ്റാർട്ടിങ് തൊട്ട് പിന്നെയും ഞാൻ ആ ഉടമ്പടിയുടെ എല്ലാ പ്രേയേഴ്സും ക്യാൻഡിൽ കത്തിച്ചിട്ടുള്ള രാവിലത്തെയും വൈകിട്ടത്തെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യം ഉടമ്പടി എടുത്ത് 3 മന്ത്സിന് എനിക്കൊന്നും അത്ര വലിയ വ്യത്യാസം തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ അത്ഭുതങ്ങൾ ഞാൻ ആദ്യമായിട്ട് വന്ന് സെപ്റ്റംബർ 15 2023 വന്ന് ഉടമ്പടി ആദ്യമായിട്ട് വന്ന് പുതുക്കിയപ്പോഴാണ് ഒന്നിൻ്റെ പുറകെ ആയിട്ട് കുറേ മിറാക്കിൾസ് ആവാൻ തുടങ്ങി. അപ്പോൾ മെയിനായിട്ട് എനിക്ക് കോവിഡിൻ്റെ സമയത്ത് ഞാൻ ജോലി വിട്ടിരിക്കുമായിരുന്നു. ജോലി വിട്ടിട്ട് 1.5 കൊല്ലം വീട്ടിലിരുന്നു. അതിനേക്കാൾ മുമ്പ് 8 കൊല്ലത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു ജോലിക്ക് കയറിയത്. അത് 2 വർഷം ചെയ്തു. 2 വർഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ സമയം ഞാൻ ജോലി വിട്ടത്. പിന്നെ 1.5 വർഷം വീട്ടിലിരുന്നു. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് കിട്ടിയ ജോലിയൊക്കെ 6 മാസം ജോലിക്ക് പോവും, പിന്നെ വിടും, പിന്നെ ഒരു 7 മാസം വേറൊരു ജോലിക്ക് പോവും, പിന്നെ അതും വിടും. അപ്പോൾ അത് കാരണം എനിക്ക് അതേ സാലറി തന്നെയായിരുന്നു, സാലറി കൂട്ടുന്നില്ല. പിന്നെ ജോലി എനിക്കുള്ള എക്സ്പീരിയൻസിലുള്ള ജോലിയല്ല എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നത്, ഒത്തിരി ബ്രേക്ക് ആയതുകൊണ്ട്. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ അന്ന് 15 സെപ്റ്റംബർ 2023 അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നല്ലൊരു ജോലി, എനിക്ക് എക്സ്പീരിയൻസ് ഇത്രയധികം 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിനനുസരിച്ച് ഒരു ജോലി. പിന്നെ ഈ ജോലിയിൽ കയറിയിട്ട് ഞാൻ 1 വർഷത്തേക്കാളും കൂടുതൽ നിൽക്കുവാണ്, എങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷി ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കി പുറത്ത് ഇറങ്ങി 1 മണിക്കൂർ പോലും ആയില്ല. അപ്പോൾ ഞാൻ ഓട്ടോയിൽ ഇരിക്കുമായിരുന്നു വേറൊരു പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ നാളെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ പോവാണ്, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ബോസിന് പോലും അറിയത്തില്ല, ഞാൻ നിന്നെയാണ് റെഫർ ചെയ്യാൻ പോകുന്നത്, ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല, നിനക്ക് ഈ പൊസിഷൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ നാളെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുമ്പോൾ നിൻ്റെ പേര് ഞാൻ റെഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്, നീ റെഫർ ചെയ്യ്, പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരുവാണെങ്കിൽ പോകാമെന്ന്. അപ്പോൾ അതുപോലെ അവൾ നെക്സ്റ്റ് ഡേ അവൾ റിസൈൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ഇൻഫർമേഷൻ മാതാവ് തന്നു, ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഡേ അവൾ റെസിഗ്നേഷൻ കൊടുത്ത് ബോസിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ എൻ്റെ പേരാണ് ഏറ്റവും ആദ്യം റെഫർ ചെയ്തത്. എന്നിട്ട് അന്ന് തന്നെ അവൾ കോൾ ചെയ്തു, ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ 1-2 പേരുണ്ട്, നിന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് തന്നെ എനിക്ക് ജോലിയും കൺഫേമായി. എന്നിട്ട് ഈ ജോലിയിൽ ഇപ്പം ഞാൻ മോർ ദാൻ 1 ഇയർ ആയിട്ട് ജോലി ചെയ്യുന്നു. നേരത്തെ കിട്ടിയ ശമ്പളത്തെക്കാളും ഡബിൾ സാലറി കിട്ടി. പിന്നെ പ്രൊമോഷനായിട്ട് നേരത്തെ ചെയ്തേക്കാളും മാനേജർ പൊസിഷനും എനിക്ക് ദൈവം തന്നു. മാതാവേ നന്ദി, യേശുവേ നന്ദി. പിന്നെ അടുത്ത അത്ഭുതം എന്ന് പറയണത്, എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു 2 വർഷമായിട്ട്. അപ്പോൾ ബോഡി ഭയങ്കരമായിട്ട് വീക്കായിപ്പോയി, വീട്ടിലൊരു ജോലിയും ചെയ്യാൻ പറ്റണില്ല, അങ്ങനെയൊക്കെയായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ഡോക്ടറെ കാണിച്ചിട്ടും ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഇത് ബൾക്കി യൂട്രസ് ഒത്തിരി വീങ്ങി പോയിട്ടുണ്ട്, സോ അത് സർജറി ചെയ്യണം, പിന്നെ ബയോപ്സി ചെയ്ത് നോക്കണം. 2 വേറെ ഡോക്ടറെ കാണിച്ചിട്ട് അവരത് സർജറി ചെയ്ത് യൂട്രസ് എടുത്ത് കളയുന്നതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഇത് സർജറി ഇല്ലാതെ ഹീലാവണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വീട്ടിൽ പോയിട്ട് ഞാൻ ഉടമ്പടി തൈലം തേച്ചു വയറുമേ, പിന്നെ തേനും കുടിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് എനിക്ക് സൗഖ്യം തരണമേ, സൗഖ്യം തന്ന ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് വേറൊരു ഡോക്ടറെ കണ്ടു ഈ പ്രശ്നം വന്നപ്പോൾ. അപ്പോൾ ഡോക്ടർ പഴയ സ്കാൻ റിപ്പോർട്ടും എല്ലാം ക്ലിയറാണ്, ബൾക്കി യൂട്രസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കിയിട്ട് പിന്നെ എന്നെ ഫിസിക്കൽ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് ആ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഫിസിക്കലി ദർ ഇസ് നോ പ്രോബ്ലം, ഞാൻ കുറച്ച് ഗുളികകൾ തരാം, അത് മാത്രം മതി, സർജറിയുടെ യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. കർത്താവേ നന്ദി, മാതാവേ നന്ദി. അടുത്ത മിറാക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ സിസേറിയന് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് നടുവേദനയായിരുന്നു. ഒരു 12 കൊല്ലം ഞാൻ ആ നടുവേദന അനുഭവിച്ചു. കുറേ നേരം നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയായിരുന്നു. കുറേ ഓർത്തോപെഡിക് ഡോക്ടറിനെ കാണിച്ചു, പിന്നെ കുറേ ഫിസിയോതെറാപ്പി ചെയ്തു. അങ്ങനെ കുറേ പൈസ കൺസൾട്ടേഷനും ഫിസിയോതെറാപ്പിയും കുറേ മെഡിസിനൊക്കെ ആയിട്ട് കുറേ ചിലവാക്കി. ഇവിടെ 2ാമത് പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ഈ നടുവേദനയുടെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഞാൻ ആ തൈലം തേച്ചിട്ട് ബാക്കിൽ ഞാൻ തന്നെ തൈലം തേച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ നടുവേദന മാറ്റി തരണേ, ഇത് മാറുവാണെങ്കിൽ ഞാൻ
ഇവിടെ സാക്ഷ്യം പറയാമെന്ന്. അതുപോലെ ഇപ്പോൾ എനിക്ക് യാതൊരു നടുവേദനയില്ല. 10-20 പേർക്കുള്ള ഭക്ഷണം വെച്ചാലും പച്ചക്കറി നുറുക്കിയാലും എനിക്ക് യാതൊരു നടുവേദനയില്ല. പിന്നെ ഈ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് നമുക്ക് വീട് ലീസിന് എടുത്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. 12.5 ലക്ഷം കൊടുത്ത് നമുക്ക് 3 വർഷത്തേക്ക് നമുക്കവിടെ താമസിക്കാം. ലീസിൻ്റെ സമയം കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ ഓണർ പൈസ തന്നില്ല. അവന് 3.5 ലക്ഷം തന്നിട്ട് ബാക്കി പൈസ കയ്യിൽ പിടിച്ചു. അപ്പോൾ അതിന് നമ്മൾ വീട് അന്വേഷിച്ചപ്പോൾ പൈസ ഇടാൻ കാശില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഹസ്ബൻഡിൻ്റെ അടുത്തുണ്ടായിരുന്ന കാശ് എൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റ് പിന്നെ ഹസ്ബൻഡ് സഹോദരിയും സഹായിച്ചിട്ട് ഒരു 10 ലക്ഷം എങ്ങനെ ഉണ്ടാക്കി നമ്മളൊരു വീടെടുത്തു. അതിൻ്റെ അടുത്ത് തന്നെ മോനും സ്കൂൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കൂളും കിട്ടി. അപ്പോൾ ഈ പൈസ കിട്ടാണ്ടായപ്പോൾ ഞാൻ രണ്ടാമത് 15 സെപ്റ്റംബർ 23 പുതുക്കാൻ വന്നപ്പോഴും ഈ കാര്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാര്യം എഴുതി ഇവിടെ പ്രാർത്ഥിച്ചതും അടുത്ത മാസം ഒക്ടോബറിൽ തന്നെ ഫുൾ എമൗണ്ട് ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടി. അതിൽ കുറച്ച് പൈസ അവൻ പിടിച്ചു വെച്ചു, പക്ഷെ ബാക്കിയുള്ള എല്ലാ പൈസ നമ്മൾക്ക് കിട്ടി. പിന്നെ ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം മറന്നുപോയി. ഞാൻ 15 സെപ്റ്റംബറിനെ പുതുക്കിയത്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് വിത്തിൻ 1 മന്ത് അപ്പോയിൻറ്റ്മെൻറ്റ് ലെറ്റർ കിട്ടി. ആൻഡ് അപ്പോയിൻറ്റ്മെൻറ്റിൻ്റെ ഡേറ്റ് വന്ന് 15 ഒക്ടോബർ ആയിരുന്നു. എക്സാക്ട്ലി 1 മന്തിൻ്റെ ഉള്ളിലാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. വേറെ ഇത് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തികളെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പുറകെ ലോഗോസ് റിട്രീറ്റ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ പേർക്ക് ധ്യാനത്തിന് വരുന്നവർക്കൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ കിച്ചണിൽ പോയിട്ട് അവിടെ ചോദിച്ചിട്ട് അവിടെ വരുന്നവർക്കുള്ള ഭക്ഷണം പാചകം ചെയ്യാനുള്ള പച്ചക്കറികൾ കുറേ ഉണ്ടാവും നുറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നുറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശനിയാഴ്ചകളിൽ എനിക്ക് സാറ്റർഡേ സൺഡേ ലീവാണ്. അപ്പോൾ സാറ്റർഡേ ഞാൻ അവിടെ പോയിട്ട് പച്ചക്കറിക്ക് നുറുക്കി കൊടുക്കാനും അവിടെ സഹായിക്കാനൊക്കെ പോകാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് അറിയുന്ന വിധവകൾക്ക് എൻ്റെ സാലറിയിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം, പിന്നെ വിൻ്റർ സമയമായപ്പോൾ കമ്പിളി, അങ്ങനെ വിതരണങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. മാതാവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ പേര് രജനി. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. 2022 ജൂൺ മാസം 6-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ നിയോഗത്തിൽ വെച്ച 3 കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വന്നു നിൽക്കുന്നത്. 2019 ഞാൻ വീട് പണി തുടങ്ങിയത്. ബേസ്മെൻറ്റ് കെട്ടിയിട്ടതേ ഉള്ളൂ. പിന്നെ 5 വർഷം ഇടയ്ക്ക് കുറച്ച് പണി നടന്ന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ 2024 ഡിസംബർ 15-ാം തീയതി അതിൻ്റെ പാലുകാച്ച് ചടങ്ങ് കഴിഞ്ഞു. അത് അമ്മയുടെ ഈശോയുടെയും കൃപ കൊണ്ടാണെന്ന് ഞാൻ പറയുന്നല്ലാതെ ഇത്രയും നാൾ നടക്കാത്ത കാര്യങ്ങൾ അസാധ്യമായി എനിക്ക് നടന്നു. പകുതി കട്ടള വെച്ച് പകുതി തേച്ച് കഴിഞ്ഞ് പിന്നെയും കിടന്നു 1 വർഷം. അപ്പോഴെല്ലാം ഞാൻ അമ്മയുടെ തൈലവും കട്ടളപ്പടിയിലെല്ലാം പ്രത്യക്ഷ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി കട്ടളപ്പടിയിൽ തേച്ചിട്ടുണ്ട്. പിന്നെ മുറികളിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വാരി വിതറിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ വീട് പണി പൂർത്തിയായി. അത് കഴിഞ്ഞ് രണ്ടാമത്തത് എൻ്റെ മൈഗ്രെയിൻ തലവേദന. 15 വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുകയാണ്. എത്രത്തോളം മരുന്ന് വേദന സംസാരി കഴിച്ചാലും എൻ്റെ ഛർദിലും തലവേദനയും ഉറക്കവുമില്ല. പിന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് എല്ലാം കഴിഞ്ഞു. ഒരു മാസത്തിൽ ഒരു ദിവസം മരുന്നത് പിന്നെ കൂടി 4-5 പ്രാവശ്യമായി. എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാനങ്ങ് മരിച്ചാലും മതി, എനിക്കിനി തലവേദന സഹിക്കാൻ വയ്യാന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ 5 വർഷത്തിന് മുമ്പ് എന്നെ മെഡിക്കൽ കോളേജിൽ വിട്ടു. എൻ്റെ മൂക്കിൽ കൂടെ ട്യൂബിട്ട് പഴുപ്പുണ്ടെന്ന് പറഞ്ഞ് പഴുപ്പ് കുത്തിയെടുത്തു. എന്നിട്ടും എനിക്ക് പിറ്റേ വർഷമായപ്പോൾ അതുപോലെ തലവേദന കൂടുകയും ചെയ്തു. ഇപ്പോൾ 6 മാസമായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഈശോയുടെ കൃപയാൽ എനിക്ക് ആ തലവേദന എങ്ങോട്ട് പോയെന്നറിയില്ല. ഇതുവരെ തലവേദനയില്ല. വെയിൽ കൊണ്ടാലും തലവേദനയില്ല, വിശന്നാലും തലവേദനയില്ല, ഉറക്കമില്ലായിരുന്നാലും തലവേദനയില്ല. അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് കാര്യത്തിലും എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എവിടെ പോയാലും എൻ്റെ ദൈവം, എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാശിരൂപം എൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയാലും ഞാൻ പോകുന്ന എല്ലാ കാര്യവും എനിക്ക് സാധിച്ചു തരും. പിന്നെ മൂന്നാമത്തത്, എൻ്റെ മകന് 15 വയസ്സ് തൊട്ട് അലർജി രോഗമാണ്. അവന് രാവിലെ ഉറക്കം എണീക്കാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു പുസ്തകം എടുത്ത് അതിൻ്റെ പൊടി അടിച്ചാൽ മതി, തുമ്മൽ, പനി, കവക്കെട്ട്, അവന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എല്ലാവരും പറഞ്ഞു പങ്കജ കസ്തൂരി മേടിച്ച് കൊടുത്ത് അതൊരു 15 ടിന്നെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് മരുന്ന്, ഹോമിയോ മരുന്ന്, ഇതെല്ലാം ചെയ്തു. അവന് ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ എൻ്റെ പ്രാർത്ഥനയും അവന് അലർജി രോഗം മാറണേന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ
അവൻ്റെ മൂക്കിൽ, നെറ്റിക്കും തലയിലും എല്ലാം തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അവന് അലർജി രോഗം പൂർണ്ണമായും മാറിക്കിട്ടി. അവൻ്റെ ഭാര്യ ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരിനി വന്ന് സാക്ഷ്യം പറയും. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ മകള് BSc ഡയാലിസിസ് പഠിക്കാനായിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്തു. 3.25 ലക്ഷം രൂപ ലോൺ എടുത്തു SBI ബാങ്കിൽ നിന്ന്. അത് 6 വർഷമായി അടയ്ക്കാതിരുന്നു. അവൾക്ക് ജോലിയിൽ വലിയ സാലറിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല. അത് 4,22,000 രൂപയായി മാറി. അതിന് ഒരുപാട് പ്രാവശ്യം എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചു. പിന്നെ ജപ്തി നോട്ടീസ് അയച്ചു. വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 9.5 സെൻറ്റ് വസ്തുവിൻ്റെ പറ്റിയിട്ടാണ് വെച്ചേക്കുന്നത്, അപ്പോൾ അതെടുത്ത് ഭൂമി ജപ്തി ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ദൈവത്തോടെ എനിക്ക് 4,22,000 രൂപ അടയ്ക്കാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പിന്നെ എന്നെ 1 വർഷമായിട്ട് കൊട്ടാരക്കര കോടതിയിൽ അദാലത്ത് വെച്ചിരുന്നു. അദാലത്തിന് ഞാൻ പോയി. എല്ലാ അദാലത്തിനും പറയുന്നത് 3.5 ലക്ഷം രൂപ അടച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യണം, 3.5 ലക്ഷം രൂപ അടച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. ഇപ്പം ഡിസംബർ 13-ാം തീയതി ഒരു അദാലത്ത് വെച്ചിരുന്നു. അന്ന് ഞാൻ കാശിരൂപവും അമ്മയുടെ കാശിരൂപവും ഉപ്പും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കാശിരൂപം കൈ മുറുകെ പിടിച്ചു. വക്കീൽ പറഞ്ഞു, എൻ്റെ നമ്പർ വിളിച്ചു. ഞാൻ മുറിയിലോട്ട് ചെന്നു ഇരിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യം സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, 3.5 ലക്ഷം രൂപ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി നേരം ഇരുന്ന് ആ സാറ് എഴുതി കൂട്ടി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാനൊരു തുക പറയാം, അത് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എത്രയാന്ന് ചോദിച്ചു. പറഞ്ഞു 1,70,000 രൂപ അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അടയ്ക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. എൻ്റെ അമ്മയോട് എനിക്ക് അപ്പോൾ തന്നെ സാക്ഷ്യം പറയണമെന്ന് തോന്നി. അത് ഞാൻ സാക്ഷ്യത്തിൽ വയ്ക്കാത്തൊരു കാര്യമാണ്. എനിക്ക് അത്രയും എൻ്റെ ദൈവം സാധിച്ചു തന്ന് 1000 നന്ദി. ഈശോയുടെ അമ്മ കോടാനുകോടി നന്ദി. പിന്നെ എൻ്റെ മോക്ക് അവൾക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവളിപ്പോൾ മലപ്പുറത്തേക്ക് ഹിംസൽഷിപ്പ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവളെ കൂട്ടുകാരി മുഖാന്തരം ഒരു വേക്കൻസി വന്നു അബുദാബിക്ക് പോവാൻ. അതിന് എക്സാം ആയിരുന്നു. എക്സാമിന് ഡേറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു, അമ്മേ ആ കുട്ടിക്ക്, എൻ്റെ കൂട്ടുകാരിക്ക് പോവാൻ ഡേറ്റ് അടുത്ത് വരുന്നു, ഞാനും കൂടി പോവാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുകയാണ്, എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 25-ാം തീയതിക്ക് ഞാൻ പ്രാർത്ഥിച്ചു. 24-ാം തീയതി ഡേറ്റ് വന്നു. അവൾ എക്സാം എഴുതി പാസ്സായി. ഇനി അതിൻ്റെ പേപ്പറുകളൊന്നും വന്നിട്ടില്ല. അത് വരുമ്പോൾ അവളെയും കൊണ്ട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഭർത്താവിനും മോനും കഴിഞ്ഞ മാസത്തിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് മോന് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ കാലുകൈയെല്ലാം മുറിഞ്ഞ് രക്ഷപ്പെട്ടു. അതും എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മരുമകൾക്കും മോനും ഭർത്താവിന് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്തസുഖം വന്നാലും എന്നോട് പറയടി എനിക്ക് തൈലം തേച്ചതാ, അല്ലെങ്കിൽ കുഞ്ഞ് കരഞ്ഞാൽ കുഞ്ഞിന് തൈലം തേച്ച് കൊടുക്കുമെന്ന് പറയും. അപ്പം എനിക്ക് വിശ്വാസമുണ്ട്, അമ്മയോടും ഈശോയോടും വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് അറിയുന്നവർക്കെല്ലാം, പാവങ്ങൾക്കെല്ലാം അവരുടെ വീടുകളിലെല്ലാം അരി മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കലയപുരത്തിന് അനാഥാലയമുണ്ട്, 1000 പേരുണ്ട് അവിടെ. പക്ഷേ എല്ലാവർക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ എല്ലാ മാസവും ഞാൻ അവർ 20 കിലോ അരിയോ, പൈസ ഉള്ളപ്പോൾ 1 ചാക്ക് അരിയോ, അങ്ങനെ എല്ലാ മാസവും ഈ മാസത്തെ ഇന്നലെ ഞാൻ പോയി അരി കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ വയസ്സായ അമ്മമാരെ കാണുമ്പം ചായ കുടിക്കാനോ പൈസയോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു അത്യാവശ്യങ്ങളോ അല്ല പിരിവോ എന്തെങ്കിലും വന്നാൽ ആര് ചോദിച്ചാലും ഞാൻ ഉള്ള കയ്യിൽ ഉള്ള പൈസ ഞാൻ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ഭർത്താവിന് ആക്സിഡൻറ്റ് പറ്റിയ വണ്ടി കണ്ടാൽ ആരായാലും ആ വണ്ടിയിൽ പോയവർ മരിച്ചെന്നേ തോന്നത്തുള്ളൂ. അത്രയ്ക്ക് ആ വണ്ടി നശിച്ചു പോയി. ഫ്രണ്ട് ഒന്നുമില്ല, ഇരിക്കാൻ സീറ്റ് മാത്രമുണ്ട്, ബാക്കി ഒന്നുമില്ല വണ്ടിക്കകത്ത്. പക്ഷേ എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ എക്സ്റേ എടുത്ത് പറഞ്ഞു വാരിയലിന് പൊട്ടലുണ്ട്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ CT സ്കാൻ എടുത്തു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ചതവേ പറ്റിയിട്ടുള്ളൂ, അത് ഗുളിക കഴിച്ചാൽ മാറുമെന്നാണ്. ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മരുന്ന് കഴിച്ചതിൽ ഒരുപാട് മാറ്റമുണ്ട്. എല്ലാം എൻ്റെ ഈശോയുടെയും അമ്മയുടെയും കാരുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എവിടെ പോയാലും, ഞാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങി എങ്ങോട്ട് ഇറങ്ങിയാലും ഞാൻ അമ്മയുടെ തൈലം പൂശി വിശ്വാസ പ്രമാണം തലയിൽ കുരിശ് വരയ്ക്കാതെ ഇറങ്ങിയിട്ടില്ല. ആ പോകുന്ന വഴി എല്ലാം എൻ്റെ ദൈവം എൻ്റെ കൂടെ, എന്ത് ചെറിയ കാര്യമായാലും എൻ്റെ കൂടെ നിന്ന് നടത്തിത്തരും. ബസ് കിട്ടാനാലും എന്തായാലും എൻ്റെ കൂടെ ദൈവമുണ്ട്. എൻ്റെ വീട്ടിലെ എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും എൻ്റെ കൂടെയുണ്ട്. ഇത്രയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു.
എൻ്റെ പേര് ജമേഷ്, ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവാനും ജർമ്മനിയിൽ നഴ്സിംഗ് ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു. ആദ്യമേ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. പോയി പഠിക്കുന്നതിന് വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് ജർമ്മനിയിൽ നഴ്സിങ്ങിനെ പറ്റി അറിയണതും ഞാൻ പിന്നെ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയതും. ജർമ്മൻ ഭാഷ പഠിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ എക്സാമിൽ എനിക്ക് റൈറ്റിംഗ് കിട്ടി, ബാക്കി 3 കിട്ടിയില്ലായിരുന്നു. അതിനായിട്ട് എക്സാം ഡേറ്റ് ഒന്നും കിട്ടണില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്ത് തന്നിട്ട് അതിന് വേണ്ടി ഒരു ജോലിക്കും കൂടി വേണ്ടി ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെ എനിക്ക് രാത്രി എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിക്കുകയും നേവൽ ബേസ് റൺവേയിൽ എനിക്കൊരു വർക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ എക്സാമിനും ഡേറ്റ് കിട്ടി. ആ എക്സാം എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു. ഒരു 3 എക്സാം അതിനായിട്ട് എഴുതി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ കൂടുതലും ദൈവത്തോട് അടുക്കുകയും ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങുകയും ചെയ്തു. കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം എഴുതിയാൽ എനിക്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ എക്സാം എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലൊക്കെ ആയിരുന്നു ഞാൻ കുറച്ചാൾ. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഉറങ്ങണമായിരുന്നു. പെട്ടെന്ന് എനിക്ക് എഴുന്നേറ്റിട്ട് എനിക്ക് വന്നത് യോഹന്നാൻ 10 എന്നുള്ളൊരു വചനമാണ്. യോഹന്നാൻ 10 അധ്യായമാണ് എനിക്ക് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. ഞാൻ അപ്പം തന്നെ ബൈബിൾ എടുത്ത് വായിക്കുകയും എനിക്ക് പിന്നെ അടുത്ത എക്സാം എഴുതാനുള്ള ധൈര്യം കിട്ടുകയും ചെയ്തു. ഞാൻ ഡേറ്റ് എടുത്തു, കൊച്ചിയിലാണ് എടുത്തത്. എനിക്ക് സ്പീക്കിങ്ങിന് പാർട്ട്ണറൊന്നും ഇല്ലായിരുന്നു. ഞാനതും അധികം നന്നായിട്ട് പറഞ്ഞൊന്നുമില്ല. നേരത്തേനേലും മോശമായിട്ടായിരുന്നു സംസാരിച്ച് വന്നത്. ഞാൻ തോക്കുമെന്നാണ് ഓർത്തത്. പക്ഷെ അതെനിക്ക് നല്ല 68 മാർക്കോടെ ഞാൻ പാസ്സായ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ബേസിക് വർക്കൊക്കെ നിർത്തി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് പഠിപ്പിക്കാനും ഒരു അവസരം കിട്ടി. അവിടെ വെച്ച് എനിക്ക് ഒരു 6 പേർക്കുള്ള ഇൻ്റർവ്യൂ വന്ന് ഹൗസ് ബിൽഡിങ്ങിന്. ഞാനപ്പോൾ വീട്ടിലായിരുന്നു. ഞാൻ പോകണില്ലാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ട് എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞാൻ ചെന്നത് ഇൻ്റർവ്യൂ തുടങ്ങാൻ. പക്ഷേ എനിക്കൊന്നും കറക്റ്റായിട്ട് കാര്യങ്ങളോ ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. 5 പേര് ഓൾറെഡി ഇരിക്കണുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. ഒരാളും കൂടി മതിയായിരുന്നു. അവിടെ ഒരു 20 പേരോളം ഉണ്ടായിരുന്നു. ആരും ഇരിക്കണില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ അറിയാണ്ടാണ്, എന്നെപ്പറ്റി അറിയാണ്ടാണ് നേരെ പോയി ഇരുന്നതും. ഇൻ്റർവ്യൂ തുടങ്ങാൻ സമയമായതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ തന്നെ ഇരുത്തി. ഞാൻ പ്രിപ്പയർ ഒന്നും അല്ലായിരുന്നു. പിന്നെ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ആ ധൈര്യത്തിൽ ഞാൻ ഇരുന്നു. എനിക്ക് ആ ഇൻ്റർവ്യൂവിലാകെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രം പറയാൻ എനിക്ക് അവർ ചോദിച്ചുള്ളൂ. ഞാനതങ്ങനെ പാസ്സാകുകയും പിന്നെ ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു. അതും ഞാൻ ഇതുപോലെ തന്നെ പാസ്സാകുകയും ചെയ്തു മാതാവിൻ്റെ സഹായത്താൽ. VFSൽ പോയപ്പോൾ 2 മോഡിലുള്ള ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റിജക്ഷൻ കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. എല്ലാവരും ഡേറ്റ് എടുക്കണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അവിടുത്തെ ഷൂളേക്കാരും ഞങ്ങളുടെ അടുത്ത് എടുക്കണ്ടെന്നാണ് പറഞ്ഞത് 2 മോഡിലുള്ളതുകൊണ്ട്. പക്ഷെ കോൺട്രാക്റ്റൊക്കെ തന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ മാതാവിൻ്റെ ധൈര്യത്തിൽ എടുക്കുകയാണ്. VFSൽ ഡേറ്റ് എടുത്തു, പോയി വിസ കിട്ടുകയും ചെയ്തു. ഈ മൺഡേ 24-ാം തീയതി ഞാൻ ഈ 6 പേരും ജർമ്മനിക്ക് പോകണതാണ്. കാരുണ്യപ്രവർത്തനമായിട്ട് അമ്മയെ ഞാനും കൂടി പൊതിച്ചോറൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളെയൊക്കെ കാണാൻ പോകാറൊക്കെ ഉണ്ട്. പത്രം വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ജർമ്മൻ പേപ്പർ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാം തന്ന അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. യേശുവിന് ഞാൻ നന്ദി പറയുന്നു.